സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ശിവൻകുട്ടിക്ക് എന്തും പറയാം, പക്ഷേ മന്ത്രി ശിവൻകുട്ടി മതവക്കീലാകരുത്. മതവാദികൾക്ക് വേണ്ടി ബാൽത്താസർ വക്കീലിന്റെ വേഷം കെട്ടിയ പോർഷ ചമഞ്ഞ് ഹീറോ ആകാനും ശ്രമിക്കരുത്. ആ വേഷം ചേരില്ല എന്നല്ല, ആ കളി പാടില്ല എന്നത് തന്നെ കാര്യം. ശിരോവസ്ത്രമിട്ട കന്യാസ്ത്രീകളുടെ സ്കൂളിൽ കുട്ടികൾ ശിരോവസ്ത്രമില്ലാതെ യൂണിഫോം ധരിക്കണം എന്ന് പറഞ്ഞത് എത്ര ഭയാനക കുറ്റം. ഇത്തരം മതവാദ ഭോഷത്വത്തിന് കൂട്ടുപിടിക്കാനല്ല ശിവൻകുട്ടി മന്ത്രിയായി നിയമിക്കപ്പെട്ടത്. യൂണിഫോം നിഷ്കർഷിച്ചു എന്നതിന് മതവാദികളുടെ പക്ഷം പിടിച്ച് സ്കൂൾ അധികൃതരുടെ മേൽ കുതിര കയറാൻ ശ്രമിച്ചത് ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ കളിയാണെന്ന് അറിയാം. വെറും ഗെയിം അല്ല, വൃത്തികെട്ട രാഷ്ട്രീയ ഇൻവെസ്റ്റ്മെന്റ്. മതവാദികളുടെ രക്തസാക്ഷി എന്ന പരിവേഷം ലാഭമായി കണ്ടുള്ള കളി. ഈ ഗെയിമിൽ രക്തസാക്ഷി മണ്ഡപങ്ങളിലെ പ്രതിമകളും ചിത്രങ്ങളുമായി കുടുങ്ങിപ്പോകുന്ന പാർട്ടിയിലെ നഷ്ടക്കാരെ പോലെ ആകേണ്ട. ജീവനും രക്തവും പോയിട്ട് വിയർപ്പ് പോലും ചൊരിയാതെ കൗശലത്തിലൂടെ സുഖ രക്തസാക്ഷിത്വം നേടാം. മതവാദികളുടെ പ്രിയമുറപ്പിക്കാനുള്ള ഇത്തരം കപട രക്തസാക്ഷിത്വം രാഷ്ട്രീയ മോഹത്തിന് മുതൽക്കൂട്ടായേക്കാം, പക്ഷേ സമൂഹത്തിന് കനത്ത ക്ഷതമാണ്. യൂണിഫോം എന്നത് സാർവത്രികമായ സ്കൂൾ നിബന്ധനയാണെന്നും എല്ലാ ദേശത്തും അത് നിഷ്കർഷിക്കപ്പെടുന്നുണ്ടെന്നും മന്ത്രിക്കറിയാം. എന്നിട്ടും ഏത് നാട്ടിലും തങ്ങളുടെ മതമേൽക്കോയ്മ വേഷത്തിലും ഭക്ഷണത്തിലും തെരുവിലും എവിടെയും സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അഭിഭാഷകനായാണ് ഈ മന്ത്രി പെരുമാറിയത്. ക്രൈസ്തവ മാനേജ്മെന്റിന്റെ സ്കൂളും മുസ്ലിം രക്ഷിതാക്കളും തമ്മിലുള്ള വിഷയത്തിൽ മന്ത്രിയുടെ പക്ഷം ചേരൽ പരിഹാസമാവിധം നഗ്നമായി പോയി. നഗ്നമായ മര്യാദ ലംഘനം സമൂഹത്തിന് മുമ്പിൽ വിമർശിക്കപ്പെടുന്നത് രാഷ്ട്രീയ നേട്ടമായി കരുതുന്ന മാനസികാവസ്ഥ അപകടകരമാണ്. മന്ത്രിയുടെ അധികാരങ്ങൾ സർക്കാരിൻ്റെ ഭാഗമാണ്, അത് വ്യക്തിയുടെ കുടുംബാധികാരമല്ല. മന്ത്രി സാർവഭൗമ സമ്രാട്ടുമല്ല. സോമരസം സേവിച്ച രാജാവിനെ പോലെ പെരുമാറാനല്ല വോട്ട് ചെയ്യുന്നവർ ആരെയെങ്കിലും അധികാരത്തിലേറ്റുന്നത്. സ്കൂളിൽ അതിക്രമത്തിന് മുതിർന്നവർക്ക് വേണ്ടി അഭിഭാഷണം നടത്തിയിട്ട് സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്താനും അധിക്ഷേപിക്കാനും മന്ത്രിക്ക് ഏത് ശരിയുടെ പിന്തുണയാണുള്ളത്? സ്ഥാനവും ഉത്തരവാദിത്തവും മറന്ന് രാഷ്ട്രീയ കുപ്പായം ധരിച്ചു വന്ന് ശിവൻകുട്ടിക്ക് എന്തും പറയാമെങ്കിൽ അന്യായമായി ആക്രമിക്കപ്പെടുന്ന സ്കൂൾ അധികൃതർക്ക് അവരുടെ ഭാഗം പറയാനും അവകാശമുണ്ട്. സ്കൂൾ അധികൃതർ ഉത്തരം നൽകേണ്ടത് മൈക്കിന് മുമ്പിൽ മതപ്രീണനം നടത്തുന്ന വ്യക്തിക്കല്ല, സർക്കാരിനും ഉത്തരവാദപ്പെട്ട കസേരയിലെ വ്യക്തിത്വത്തിനും മാത്രമാണ്. അതവർ ചെയ്യുന്നുമുണ്ട്. സൂര്യവെളിച്ചം പോലെ തെളിഞ്ഞ സത്യത്തെ മറച്ച് ഹിജാബ് നിഷ്കർഷയിൽ സ്കൂൾ അധികൃതർക്ക് തെറ്റുപറ്റി എന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കൊണ്ട് റിപ്പോർട്ട് ചമപ്പിച്ച് അതുകൊണ്ട് മാനേജ്മെന്റുകളെ കുമ്പടിപ്പിക്കാമെന്ന് മന്ത്രി കരുതുന്നു. ഭരണഘടനയുടെ തത്വവും നിയമവും സ്കൂളിലെ യൂണിഫോം നിഷ്കർഷയെ അംഗീകരിക്കുന്നു എന്ന് ഹൈക്കോടതിയും നേരത്തെ സുപ്രീം കോടതിയും പറഞ്ഞതിന് മേലെയാണ് തൻ്റെ കൽപ്പനയിറക്കാൻ മന്ത്രി ശിവൻകുട്ടി ശ്രമിച്ചത്. സ്കൂൾ അധികൃതരെ നിയമം പഠിപ്പിക്കുന്ന ശിവൻകുട്ടി എന്ന രാഷ്ട്രീയ വ്യക്തി നിയമം എങ്ങനെ അനുസരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യം നിയമസഭയിലെ അതിക്രമം സംബന്ധിച്ച കേസിൽ നീതിപീഠത്തിന് മുമ്പാകെ തന്നെ ഉണ്ടല്ലോ. മന്ത്രിയുടെ രാഷ്ട്രീയത്തിനോ മന്ത്രി പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തീവ്ര മതപക്ഷത്തിനോ രുചിക്കാത്ത സത്യം പറഞ്ഞാലുടൻ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പെന്ന് മന്ത്രി വിളിക്കുന്നു. പുതിയ രാഷ്ട്രീയ നിഘണ്ടു കർത്താവിനെ പോലെ പള്ളുരുത്തി സ്കൂൾ അധികൃതരെ മാത്രമല്ല, ക്രൈസ്തവ മാനേജ്മെന്റുകളെ ആകെ പരോക്ഷമായി ഭീഷണിപ്പെടുത്തുകയാണ് മന്ത്രി ചെയ്തത്. സ്കൂളിന് NOC പുതുക്കണമെങ്കിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ട തീവ്ര മത ക്രൊമേഡുകളെ അലോസരപ്പെടുത്താതെ സ്കൂൾ പ്രവർത്തിച്ചു കൊള്ളണമെന്ന്.
സ്കൂൾ അധികൃതർ വീഴ്ച വരുത്തിയെന്ന് ഏത് ഉദ്യോഗസ്ഥനെ കൊണ്ട് റിപ്പോർട്ട് എഴുതിച്ചാലും നിശബ്ദരായി ഒപ്പം നിൽക്കുന്നവർ പോലും മനസ്സ അത് അംഗീകരിക്കുമെന്ന് മന്ത്രി കരുതുന്നുണ്ടോ? സൂംബ ഡാൻസും അതിനു മുൻപ് അലിംഗ യൂണിഫോമും അവതരിപ്പിച്ചത് ഇതേ മന്ത്രി ശിവൻകുട്ടിയും കൂട്ടരുമാണ്. അലിംഗ യൂണിഫോം പിൻവലിച്ചത് മതനേതാക്കളുടെ സമ്മർദ്ദത്തിൽ. മന്ത്രി ഇപ്പോൾ ചെയ്യുന്നത് ഒരു തരത്തിൽ വഞ്ചനയാണ്. വിദ്യാർത്ഥികളുടെ മെറിറ്റിൽ നിർബന്ധം പിടിക്കാതെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ മനസ്സും താല്പര്യവും ഉണ്ടായ മാനേജ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ദ്രോഹിക്കാൻ കൂട്ടുനിൽക്കുന്ന പ്രവൃത്തി. സ്കൂൾ യൂണിഫോം മതജീവിത നിരാസം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, ഏതെങ്കിലും മതത്തെ പ്രോത്സാഹിപ്പിക്കാനുമല്ല. വിദ്യാർത്ഥികളുടെ ഇടയിൽ അകലമോ അപകർഷമോ സൃഷ്ടിക്കുന്ന ജാതി മത തരംതിരിവും SES എന്ന സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസിന്റെ അഥവാ മാതാപിതാക്കളുടെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയിലെ വ്യത്യാസങ്ങളും കുട്ടികളുടെ ഇടയിൽ പ്രകടമാകരുത് എന്ന ഉത്കൃഷ്ടമായ ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ യൂണിഫോം നിഷ്കർഷിക്കാൻ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് അവകാശമുണ്ടെന്നും അതനുസരിക്കാൻ വിദ്യാർത്ഥികൾക്ക് ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി വിധിച്ചതും നേരത്തെ പരമോന്നത കോടതി പറഞ്ഞിട്ടുള്ളതും. ഈ അവകാശത്തിൽ ഉറച്ചു നിന്നതിനാണ് NOC പുതുക്കാൻ മാനേജ്മെന്റിനെ തങ്ങളുടെ വിളിപ്പുറത്ത് വരേണ്ടി വരുമെന്ന് മയപ്പെട്ടതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളിൽ ഭീഷണിപ്പെടുത്തിയത്. സ്കൂളിന് NOC നൽകുന്നത് സ്വേച്ഛ പോലെയാണെന്ന് തങ്ങൾ ശീലിച്ച മലീമസമായ രാഷ്ട്രീയ താരിപ്പ് വച്ച് മന്ത്രിക്ക് തോന്നലുണ്ടാകും. അത് അദ്ദേഹത്തിന്റെ കാര്യം. മന്ത്രി വ്യാഖ്യാനിച്ചതുപോലെ സെന്റ് റീത്താസ് സ്കൂളിൽ സമവായവുമില്ല, യൂണിഫോം നിഷ്കർഷയിൽ മാറ്റവുമില്ല. യൂണിഫോമിൽ മതവെള്ളം ചേർത്തേ കുട്ടിയെ സ്കൂളിൽ വിടൂ എന്ന് ഏതൊക്കെയോ മതവാദികളുടെ പിൻബലത്തിൽ ശാഠ്യം പിടിച്ചവർ യൂണിഫോമിന് വഴങ്ങാൻ തയ്യാറാകുന്നു എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ വസ്തുത. അതിനെ സമവായം എന്ന് പറയുന്നത് സ്കൂൾ അധികൃതർ തെറ്റു ചെയ്യുകയും അതിൽ പശ്ചാത്താപിച്ച് വഴങ്ങുകയും ചെയ്തു, അത് തങ്ങളുടെ നേട്ടമാണ് എന്നൊക്കെ ധ്വനിപ്പിക്കാനോ പ്രചരിപ്പിക്കാനോ ഉദ്ദേശിച്ച് തന്നെ. അത് ശരിവെക്കാൻ കൂട്ടാക്കാത്ത സ്കൂൾ അധികൃതരുടേത് അനിവാര്യമായ ചെറുത്തുനിൽപ്പാണ്. അത് ക്രൈസ്തവ മാനേജ്മെന്റുകൾ തിരിച്ചറിയണം. കാരണം സാധുവായ അവകാശത്തിന്മേൽ ചുരുക്കം മത തീവ്രവാദ മനസ്കർ നടത്തുന്ന കടന്നേറ്റത്തിനും അവരെ താലോലിക്കുന്ന രാഷ്ട്രീയ ദ്രോഹത്തിനും എതിരായ ചെറുത്തുനിൽപ്പാണത്. ഈ ദ്രോഹം കണ്ടിട്ടും തീവ്ര മതവാദികൾക്കെതിരെ മിണ്ടാട്ട മുട്ടിയ കോൺഗ്രസ് നേതാക്കളും അവരുടെ മിണ്ടാട്ട മുട്ടിച്ച മുസ്ലിം ലീഗും ഒക്കെ ഛത്തീസ്ഗഡ് സംഭവത്തിൽ നടിച്ച രോഷവും കളമശ്ശേരിയിലും പള്ളുരുത്തിയിലും കാട്ടിയ കാപ്പട്യവും താരതമ്യം ചെയ്യേണ്ടത് തന്നെ. ഭരണഘടനയും നിയമവും അംഗീകരിക്കുന്നതും നീതിപീഠം എടുത്തു പറഞ്ഞതും ഉത്കൃഷ്ട ലക്ഷ്യത്തോടെയുള്ളതും ഏത് മതക്കാർക്കും മതമില്ലാത്തവർക്കും സ്കൂൾ നടത്തിപ്പിൽ ലഭ്യവുമായ അവകാശമാണ് കടന്നാക്രമിക്കപ്പെട്ടത്. ആ അവകാശത്തെയാണ് മന്ത്രി തെറ്റും കുറ്റവുമായി പഴിച്ചത്. ഈ ദ്രോഹത്തിൽ നിന്ന് സംരക്ഷണം തേടാൻ സ്കൂൾ അധികൃതർ നിർബന്ധിതരാകുന്നു എന്നത് വിചിത്ര ദുരവസ്ഥ തന്നെ. അത് വരുത്തിവെച്ച മതവാദികളെയല്ല, അവരെ പ്രീണിപ്പിക്കാൻ നെറി കൈവിടുന്ന സർവപക്ഷ രാഷ്ട്രീയക്കാരെയും ഓർത്താണ് കേരള സമൂഹം രോഷം കൊള്ളുന്നത്. ഒരു കാര്യം ക്രൈസ്തവ നേതൃത്വം മറക്കേണ്ട. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ തല കാട്ടിയ ഭീഷണി തീർന്നിട്ടില്ല. അവിടെ ചിലർ തൽക്കാലം പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് മാത്രം. പള്ളുരുത്തിയിൽ കണ്ടത് മതവിശ്വാസത്തോടുള്ള നിഷ്കളങ്ക താല്പര്യ പ്രകടനമല്ല, അടുത്ത കാലത്തായി ചിലർ സൃഷ്ടിച്ച തീവ്ര മതവാദത്തിൻ്റെ പ്രഭാവം. അത് സമൂഹത്തിൽ എരിയിച്ചു നിർത്താൻ തന്നെയാണ് ഇപ്പോഴും ചില മതവാദികളുടെ ശ്രമം. ശിരോവസ്ത്രമിടുന്ന സ്കൂൾ അധികൃതർക്ക് കുട്ടികളുടെ യൂണിഫോമിനെതിരായ ശിരോവസ്ത്രം വിലക്കാൻ അവകാശമില്ല പോലും. ഇക്കണക്കിന് പരീക്ഷ എഴുതാത്ത അധ്യാപകർ കുട്ടികളെ പരീക്ഷ എഴുതിക്കേണ്ട എന്ന് വാദിക്കാൻ പോലും ഇത്തരക്കാരുടെ കുയുക്തി മടിക്കില്ല. വിദ്യാർത്ഥികളുടെ യൂണിഫോമിനെ സ്കൂൾ അധികൃതരോ
അധ്യാപികരോ ആയ കന്യാസ്ത്രീകളുടെ വസ്ത്രത്തോട് താരതമ്യപ്പെടുത്തുന്ന പൈശാചിക കുയുക്തി ന്യായബോധത്തിൻ്റെയല്ല, മതവിദ്വേഷത്തിൻ്റെ സന്തതിയാണ്. ക്രൈസ്തവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ തങ്ങളുടെ ആധിപത്യം നടപ്പാക്കാൻ ചില തീവ്ര ഇസ്ലാമികവാദികൾ തക്കം പാർക്കുകയാണ്. ചിലരെ അവർ കരുക്കളാക്കുന്നു. അവർ പദ്ധതിയിടുന്ന നുഴഞ്ഞുകയറ്റമാണോ ഹിജാബ് വിവാദത്തിൽ കണ്ടതെന്നു പോലും ജാഗ്രതയോടെ പരിശോധിക്കണം. മക്കൾ വിദ്യാഭ്യാസത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം മുസ്ലിം സമുദായ അംഗങ്ങൾ പോലും ഇത്തരമൊരു വിവാദത്തെ ഉള്ളിൽ അനുകൂലിക്കില്ല. പക്ഷേ അവർക്കും വാ തുറന്ന് വിവേകത്തിന്റെ വാക്കുകൾ പറയാൻ കഴിയാത്ത വിധം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ സ്വരകുത്തക തീവ്രവാദികൾ ഏറ്റെടുത്ത് കഴിഞ്ഞോ? ഒരിക്കൽ മുഹമ്മദ് കോയെ പോലുള്ളവർ നയിച്ച മുസ്ലിം ലീഗിന്റെ ചില നേതാക്കളുടെ പുതിയ ഭാഷയും പുതിയ അജണ്ടകളും സംശയജനകമാണ്. ക്രൈസ്തവ മാനേജ്മെന്റിന്റെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുറെ പേർ ആവർത്തിച്ച് നിസ്കാര വിവാദവും അസ്വസ്ഥതയും സൃഷ്ടിച്ചിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. ചില സംഭവങ്ങളിൽ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ തീവ്രത മുറ്റിയ പ്രതിനിധികൾ വരെ ക്രൈസ്തവ മാനേജ്മെന്റുകളെ വെല്ലുവിളിച്ചതും മറന്നു കളയേണ്ട. പള്ളുരുത്തിയിലെ യഥാർത്ഥ പ്രശ്നം ഹിജാബ് അല്ല, വ്യക്തമായ അസഹിഷ്ണുത. മത തീവ്രപക്ഷം ആദ്യം തലപൊക്കിയത് അവിടെയുമല്ല. കുറെ പേരുടെ ദുഷ്ടതയെ കരുതി ക്രൈസ്തവ ധർമ്മ നിർവഹണം ഉപേക്ഷിക്കാൻ മാനേജ്മെന്റുകൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇനിയും ഇത്തരം പ്രശ്നങ്ങളുമായി ചിലർ വരും. നിസ്കാര വിവാദം കഴിഞ്ഞപ്പോൾ ഹിജാബ് വിവാദമെങ്കിൽ ഇനി മറ്റൊന്നാകാം. തൊടുപുഴയിലെ അധ്യാപകനെ ആക്രമിക്കാൻ തീവ്രവാദികൾക്ക് വിവരം നൽകിയത് ചില പെൺകുട്ടികളാണെന്ന പഴയ ആക്ഷേപം മറന്നുകളയേണ്ട. മതാജണ്ട നടപ്പാക്കാൻ മതവേഷത്തിൽ സൗമ്യത നടിക്കുന്ന കേരളത്തിലെ ചില പെൺകുട്ടികളും തയ്യാറാകുന്നെങ്കിൽ ഭയാനകമല്ലേ? നിസ്കാര തർക്കം അവസാനിപ്പിച്ചെന്ന വ്യാജ പ്രതീതി സൃഷ്ടിച്ച് തന്ത്രപൂർവം പിൻവലിഞ്ഞവർ മറ്റൊരു ഡോസുമായി വീണ്ടും എത്തി. ഇനി വരും വേറൊന്ന്. ഓരോ സ്കൂളിനെയായി ആക്രമിക്കുന്നതും മതവാദികളുടെ തന്ത്രം. ഏറെ നാളത്തേക്ക് വിവാദം നിലനിൽക്കുന്ന കുതന്ത്രം. എത്ര വിഷമം നേരിടേണ്ടി വന്നാലും അത് തിരിച്ചറിഞ്ഞ് ചെറുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഭാവി കേരളത്തിൽ മതവാദികളല്ലാത്തവർക്ക് സ്വസ്ഥത കൊതിക്കുന്ന സ്വപ്നം മാത്രമാകും. യൂണിഫോമിന്റെ ലക്ഷ്യത്തിൽ വെള്ളം ചേർക്കുന്ന വിധത്തിൽ തലവസ്ത്രം ധരിച്ചേ തീരുവെന്നത് ന്യായമായ ആവശ്യമോ അവകാശമോ അല്ല. തലവസ്ത്രം തന്നെ വ്യത്യസ്ത വിധത്തിലുണ്ട്. ഏതാണ് മതനിശ്ചിതം? അങ്ങനെയൊന്നില്ല. ഇത് വ്യക്തിപരമായ ചോയ്സ്. ആ ചോയ്സിന് വേണ്ടി സ്കൂളുകളുടെ യൂണിഫോമിനെ വെല്ലുവിളിക്കാമെന്നത് സമാധാന ചിന്തയല്ല. തീവ്രവാദ മതശാഠ്യത്തിന് വഴങ്ങിയില്ലെങ്കിൽ കന്യാസ്ത്രീകളെ സംഗണികളെന്നും ക്രിസംഖികളെന്നും വിളിച്ചു ഭയപ്പെടുത്തി വരുതിയിലാക്കാമെന്ന മൂഢചിന്തയാണ് ചിലർക്കുള്ളത്. വംശഘാതകരെന്ന് വിളിച്ച് ഇസ്രയേലിനെ ഭയപ്പെടുത്താൻ ഹമാസ് ശ്രമിച്ചതുപോലെ സാർവത്രിക മതരാഷ്ട്രീയ ആധിപത്യത്തിനുള്ള ആർത്തി പിടിപ്പെട്ട ചിലരുടെ അതിമോഹം എത്ര കൗശലപൂർവമാണ്. തീവ്ര ഇസ്ലാമികവാദികളുടെ അതേ ഭാഷയിൽ ഈ വിഷയത്തിൽ ചില പ്രതിനിധികൾ ചാനലിനും മൈക്കിന് മുമ്പിലും ഇരവേഷം കിട്ടുന്നതും ദൈന്യഭാവം അഭിനയിക്കുന്നതും. യൂണിഫോം നിഷ്കർഷിക്കുന്നതിനെ മുസ്ലിമിനെ മതമനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന നൽകുന്ന അവകാശത്തിനെതിരായ കടന്നുകയറ്റം എന്ന് വ്യാഖ്യാനിച്ച മഹൽ ഫെഡറേഷൻ പ്രതിനിധിയുടെ രോഗം അറിവില്ലായ്മയാണെങ്കിൽ അതിന് അദ്ദേഹം ചികിത്സ തേടട്ടെ. തന്നെ ഇങ്ങനെയാക്കിയ പഠന സമ്പ്രദായത്തിന് പുറത്തെവിടെയെങ്കിലും. ഇതൊന്നും അറിവില്ലായ്മയല്ല, അതികൗശലം മാത്രം. എവിടെയും മതദുരാധിപത്യം സ്ഥാപിക്കാൻ ഇക്കൂട്ടർക്ക് ഭരണഘടനയിലെ മതനിരപേക്ഷ വ്യവസ്ഥ തന്നെ ന്യായം വേണം. അതേ ഭരണഘടന വ്യാഖ്യാനിക്കാൻ അധികാരമുള്ള സുപ്രീം കോടതി പറയുന്നത് ഇക്കൂട്ടർ കാണുകയോ കേൾക്കുകയോ ഇല്ല. സാധുവേഷം കെട്ടി മത അജണ്ടയും മതാവകാശവും ആവർത്തിച്ചു കൊണ്ടിരിക്കും. അവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാണ്. ആവർത്തിച്ചുള്ള വിവാദം വഴി മതദുരാധിപത്യത്തിൻ്റെ മുഖം കേരള സമൂഹത്തിന് പരിചിതവും സ്വീകാര്യവുമാക്കുക. തങ്ങളാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുകയെന്ന് മതക്കാരെല്ലാം തങ്ങൾക്ക് പിന്നിൽ നിൽക്കണമെന്നും മുസ്ലിം സമൂഹത്തിനാകെ
പരോക്ഷമായ കൽപ്പന പോലെ സന്ദേശം നൽകുക. സഹന്യൂനപക്ഷം എന്ന അവസ്ഥ ദുരുപയോഗിച്ച് ക്രൈസ്തവരുടെ മേഖലകളെ കടന്നാക്രമിച്ച് മതസാംസ്കാരികത കേരള സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കുക. പിന്നാലെ എല്ലാവരെയും കൊണ്ട് അത് ബലാൽ അംഗീകരിപ്പിക്കുക. ഇങ്ങനെ പലതുമാണ്. തീർന്നില്ല, ഇനിയുമുണ്ട് ലക്ഷ്യങ്ങൾ. ക്രൈസ്തവ സ്ഥാപനങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന പൊതുധാരണ സൃഷ്ടിച്ച് എളുപ്പം ആക്രമണ വിധേയമാക്കുക. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുള്ള സ്വീകാര്യതയും അംഗീകാരവും തകർത്ത് സാംസ്കാരിക ഉന്മൂലനം നടത്തി തങ്ങളുടെ മതസാംസ്കാരികതയാൽ കേരളത്തെ നിയന്ത്രിക്കുക. അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ ചൂണ്ടിക്കാട്ടിയതുപോലെ യാസർ അറാഫത്തിന്റെ കള്ളിത്തുണിയായ കഫിയയെ സ്റ്റൈലൈസ് ചെയ്ത് കേരളത്തിൽ ഇസ്ലാമിക് പാലസ്തീനി ചെഗുവേരന്മാരെ സൃഷ്ടിക്കുവാനും മതസംസ്കാര ഐക്കൺ സ്ഥാപിക്കാനും ശ്രമം കണ്ടു തുടങ്ങി. അതിന് കൂട്ടുനിൽക്കുന്നത് ഇടത് പുരോഗമന നവോത്ഥാന കളിയാട്ടക്കാർ. ഇതിൻ്റെ എല്ലാം പാഠം ഒന്നേയുള്ളൂ: ലോകത്തെവിടെയും തങ്ങളുടെ മതമനുഷ്ഠിക്കാനുള്ള സൗകര്യം മറ്റെല്ലാ സമൂഹങ്ങളും തങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കണമെന്ന പച്ചയായ അധികാര ചിന്തയെ ചെറുത്തകറ്റുക, സമൂലം അകറ്റുക. ഇനി പറയുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയമല്ല, അതിനു മേലെയുള്ള ആധ്യാത്മിക ഭാവി വിശേഷ സാധ്യത. പറഞ്ഞതാരെന്ന് നോക്കണ്ട, പറഞ്ഞതിൽ കഴമ്പുണ്ട്. ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ലോകത്തിലെ ശക്തികളെ കർത്താവ് അനുവദിക്കില്ലെങ്കിലും ഇസ്രായേൽ ഒരു കടം തീർക്കേണ്ടി വരും. ഒരു ജനത എന്ന നിലയിൽ യേശുക്രിസ്തുവിനോടുള്ള കടം, അത് തീർക്കാൻ ഇസ്രായേൽ നിർബന്ധിതമാകുന്ന കാലം വരും. അതിന് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സാഹചര്യങ്ങൾ ലോകം കാണും. ഇസ്രായേലിൻ്റെ അനിവാര്യവും ഉപരികൽപ്പിതവുമായ പതനം പോലെ അതിൽ നിന്ന് ഇസ്രായേലിന് ഒഴിവ് ലഭിക്കില്ല. കാരണം അത് ഇസ്രായേലിനെ നേടേണ്ടതിനുള്ള യേശുക്രിസ്തുവിൻ്റെ ദൈവപിതാവിൻ്റെ നിർബന്ധപൂർവമായ പദ്ധതിയാണ്. പുതിയ നിയമ ജനത അങ്ങനെ വിശ്വസിക്കുന്നു. ഇത് മതപാഠമല്ല, വിശ്വാസത്താലുള്ള സ്വാഭാവിക നിഗമനം. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പഴയ നിയമ ജനതയായ ഇസ്രായേലും പുതിയ നിയമ ജനതയായ ക്രൈസ്തവരും ഇതിൽപ്പെടാത്ത എല്ലാ ജാതികളും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. എങ്കിലും ദൈവത്തിൻ്റെ മക്കൾ ദൈവമക്കളാകുന്നത് അഥവാ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നത് അതിനായി നൽകപ്പെട്ട കഴിവ് ഉപയോഗിക്കുമ്പോഴാണെന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ 1-ാം അധ്യായത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. യേശുവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലാത്ത ഇസ്രായേൽ കുറവ് നികത്താൻ ദൈവം കാത്തിരിക്കുന്നു, കൈവിടാതെ തൻ്റെ വാഗ്ദാനത്തിൻ്റെ വിശ്വസ്തത നിമിത്തം. ക്രൈസ്തവരും യഹൂദരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം യേശു ക്രിസ്തു തന്നെ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വിശുദ്ധ പൗലോസ് സൂചിപ്പിച്ചതുപോലെ യഹൂദരുടെ ഇടർച്ചയായിരുന്നു യേശു ക്രിസ്തു. അവർ വീണത് ആ കല്ലിൽ തട്ടിയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ 2 ആധാരശിലകളെയും യഹൂദ വിശ്വാസികൾ അംഗീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ ത്രിയേകത്വം, ത്രിയേകത്വത്തിലെ 2-ാം ആളായ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരവും ക്രൂശുമരണവും ഉത്ഥാനവും കഴിഞ്ഞ് സ്വർഗാരോഹണത്തിൽ അവസാനിച്ച രക്ഷാകർമ്മ പദ്ധതി എന്നിവ അവിശ്വസിക്കുന്ന അവസ്ഥയിൽ ഇസ്രായേലിനെ തള്ളിക്കൊണ്ട് ലോകാന്തം വരില്ല എന്ന് ക്രൈസ്തവർ കരുതുന്നു. പഴയ നിയമം യേശുവിനെ പ്രവചിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ യേശു എത്രയോ വട്ടം ശ്രമിച്ചതാണ്. ഏതെല്ലാം വിധത്തിൽ വിശദീകരിച്ചു. പരിശുദ്ധ ത്രിത്വത്തെ, ദൈവപുത്രനെയും ദൈവപിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ദാവീദിന്റെ വാക്കുകൾ തന്നെ ഉദ്ധരിച്ച് യേശു ചൂണ്ടിക്കാട്ടി. എല്ലാം അവർ തള്ളി, അവിശ്വസിച്ചു. പക്ഷേ ഉയർപ്പിക്കപ്പെട്ട ലാസറെ ഇല്ലായ്മ ചെയ്ത് ആ അത്ഭുതം അയച്ചു കളയാൻ ആലോചന നടത്തിയത് അവിശ്വാസം കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനെതിരായ സത്യനിഷേധം കൊണ്ടാണ്. ഇസ്രായേൽ ഇന്നും പഴയ നിയമ ജനത തന്നെ. യേശുവിനെ ദൈവദൂഷകനും കലാപകാരിയും എന്നാരോപിച്ച് ക്രൂശിച്ച കാലത്തെ സങ്കല്പത്തിൽ തന്നെയാണ് യഹൂദ മതസ്ഥർ പൊതുവിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും അടുത്ത കാലത്ത് ഒരു സുവിശേഷകന് മറുപടി നൽകിയ യഹൂദ യുവതി ഉപമിച്ചത് മോശയ്ക്ക് മുമ്പിൽ ഫറവോയ്ക്ക് വേണ്ടി വിദ്യ കാട്ടിയ ഈജിപ്തിലെ മാന്ത്രികരുടെ പ്രവൃത്തിയോടാണ്. യേശു ക്രിസ്തു കൽപ്പിച്ചപ്പോൾ
മുടന്തുള്ളയാൾ എഴുന്നേറ്റ് നടന്നത് തൻ്റെ മുടന്ത് ഭിക്ഷ യാചിക്കാനുള്ള നാട്യമാണെന്ന് യേശു തിരിച്ചറിഞ്ഞത് കൊണ്ടാണെന്ന വിശദീകരണം ഇന്നും ഇസ്രായേലിലുണ്ട്. അങ്ങനെ പലതും. എന്നിട്ടും യഹൂദ ജനതയ്ക്കായി ദൈവപിതാവ് കാത്തിരിക്കുന്നു. പക്ഷെ മനസ്സ് മാറാൻ യുദ്ധവിജയങ്ങൾ പോരാ. ഹൃദയങ്ങളെ ഒന്നാകെ ഉലയ്ക്കുന്ന ശക്തവും തീവ്രവുമായ അനുഭവം വേണ്ടി വന്നേക്കാം. ഇസ്രായേൽ നശിപ്പിക്കപ്പെടാൻ അവിടുന്ന് അനുവദിക്കില്ല. അത് ഒഴിവാക്കാൻ പോകുന്ന തിരുത്തലിനെ അവർക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകുന്ന നാളുകളെ പ്രതീക്ഷിക്കാം. ലോകമെങ്ങും ചിതറിക്കഴിഞ്ഞവരെ ലോകശക്തികളെ ഉപയോഗിച്ച് തന്നെ ഒരു രാഷ്ട്രമാക്കി കർത്താവ് കുടിയിരുത്തി. അതിനെ ഏത് കപട ദൈവസങ്കല്പത്തിൻ്റെ പേര് പറഞ്ഞ് ആരെതിർത്താലും വിജയിക്കില്ലെന്ന് കാലം തെളിയിച്ചു. അതിദീർഘമായ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വിളിച്ച് രാജ്യം മടക്കി നൽകിയവനെ പഴയ ഇടുങ്ങിയ വീക്ഷണത്തിലൂടെയല്ല, പുതിയ നിയമത്തിൻ്റെ വ്യത്യസ്ത വീക്ഷണത്തിലൂടെ കാണണമെന്നത് ദൈവപിതാവിൻ്റെ നിർബന്ധം. രാജ്യം നേടാൻ കഠിന യത്നം നടത്തുക എന്നത് ഇസ്രായേലിനുള്ള ദൈവിക കൽപ്പനയാണ്. ആദ്യമായി കാനാൻ കൈവശപ്പെടുത്താൻ പോയപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ ദൈവം അനുവദിച്ചത് നേടാനും നിലനിർത്താനും അവർ പൊരുതേണ്ടിയിരുന്നു. വിശുദ്ധി പാലിച്ചപ്പോഴൊക്കെ അവർ വിജയിച്ചു. ദൈവം അവരെ വിജയിപ്പിച്ചു. ഇനി ഇസ്രായേലിൻ്റെ ഊഴമാണ്. തള്ളിക്കളഞ്ഞവനെ മൂലക്കല്ലായി പുനഃസ്ഥാപിക്കുക എന്നത്. യുഗാന്തത്തിന് മുമ്പ് അത് സംഭവിച്ചേ തീരൂ. കാരണം ഒരിക്കൽ കൂടി പറയാം, മൂലക്കല്ലിനെ തള്ളിക്കളഞ്ഞവരായി ഇസ്രായേലിനെ തള്ളാൻ ദൈവപിതാവ് ഒരുക്കമല്ല. പക്ഷേ ഇസ്രായേലിനെ പേറ്റുനോവ് അറിയേണ്ടി വന്നേക്കും. അതും ദൈവകൽപ്പിതം. അതിൻ്റെ വിധവും സമയവും തീവ്രതയും അവിടത്തേക്ക് മാത്രമേ അറിയുതാനും. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.